പള്ളിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നത്. പള്ളി ആരാണ് കൈകാര്യം ചെയ്യേണ്ടത്? അള്ളാഹുവിൻ്റെ ഭവനങ്ങൾ അത് കൈകാര്യം ചെയ്യേണ്ടവരെക്കുറിച്ച് അള്ളാഹു തന്നെ അറിയിച്ചിട്ടുണ്ട്. ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹ്, അള്ളാഹുവിൻ്റെ മസ്ജിദുകൾ, പള്ളികൾ, അതിൻ്റെ കാര്യങ്ങൾ നോക്കി നടത്തേണ്ടവർ, പരിപാലിക്കേണ്ടവർ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ഈമാനുള്ളവരാണ്, പരലോകബോധമുള്ളവരാണ്, ആഖിറത്തിനെക്കുറിച്ചുള്ള ചിന്തയുള്ളവരാണ്. പള്ളിയുടെ ഉത്തരവാദിത്തങ്ങളിൽ ഉണ്ടാകേണ്ടത് ഈമാനുള്ള, ആഖിറത്തിനെക്കുറിച്ച് പേടിയുള്ള ആളുകളാണ്. വഅഖാമസ്സലാത്ത വആതസ്സക്കാ, നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ ശ്രദ്ധയുള്ളവരാണ്. നിസ്കരിക്കാത്ത, പള്ളിയുമായി ബന്ധമില്ലാത്ത ഒരാളല്ല പള്ളിയുടെ ഉത്തരവാദിത്തങ്ങളിൽ ഉണ്ടാകേണ്ടത്. സാമ്പത്തിക രംഗത്ത് ശ്രദ്ധയില്ലാത്ത, സക്കാത്ത് ശ്രദ്ധിക്കാത്ത ഒരാളല്ല പള്ളിയുടെ ഉത്തരവാദിത്തങ്ങളിൽ ഉണ്ടാകേണ്ടത്. വലം യഖ്ശല്ലാഹ് വലം യഖ്ശ ഇല്ലല്ലാഹ്, അവർ അള്ളാഹുവിനെ അല്ലാതെ ഭയപ്പെടുകയില്ല. ഇപ്പം ഈമാനുള്ള, പരലോകബോധമുള്ള, നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ ശ്രദ്ധയുള്ള, സക്കാത്ത് നൽകുന്ന ഒരു മഖ്ലൂക്കിനെയും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഒരു കാര്യത്തിൻ്റെ വിഷയത്തിൽ പേടിക്കാത്ത, ഭയപ്പെടാത്ത അങ്ങനെയുള്ള ആളുകളാണ് പള്ളിയുടെ ഉത്തരവാദിത്തങ്ങളിൽ ഉണ്ടാകേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് എത്തിയപ്പോൾ ഒരു സമൂഹത്തെ പടുത്തുയർത്തുന്നതിൻ്റെ ഭാഗമായി ആദ്യമായി ചെയ്ത പ്രവർത്തനം അവിടെ ഒരു പള്ളി നിർമ്മിക്കുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ പള്ളി കൊണ്ടു നടക്കാൻ ആരുമില്ല, ആകെ രണ്ടാളുകളാണ്, അവിടെ ഒരു വലിയ മിനാരം കെട്ടണം, വലിയൊരു പള്ളി കെട്ടണം എന്നതല്ല. ഒരു സമൂഹത്തിൻ്റെ സൃഷ്ടിപ്പിൻ്റെ ഏറ്റവും അനിവാര്യമായ ഘടകം അവിടെ പള്ളി ഉണ്ടാവുക എന്നുള്ളതാണ്. തൗഹീദുള്ള ആളുകൾ ഒരു ഭാഗത്തുണ്ട് എങ്കിൽ അവർക്ക് നമസ്കരിക്കാൻ അവിടെ ഒരു ഭവനമുണ്ടാകണം, അള്ളാഹുവിൻ്റെ ഭവനമുണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്കുള്ള യാത്രയിലാണ്. ഖുബായിലെത്തി, അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളി നിർമ്മിച്ചു. മദീനയിലെത്തി, അവിടെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പള്ളി നിർമ്മിച്ചു. അപ്പോൾ പള്ളി നിർമ്മിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. മാത്രവുമല്ല, ഒരു പള്ളി നിർമ്മിച്ച് പോവുകയല്ല ചെയ്തത്, അവരുടെ പ്രവർത്തനങ്ങളെല്ലാം ആ പള്ളിയിലേക്ക് ചേർത്തു. കേവലം ഒരു നമസ്കാരത്തിന് വന്നു പോകുന്ന ഇടമായിട്ടല്ല ഇസ്ലാം പള്ളിയെ കാണുന്നത്. പള്ളിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ഒരു മുസ്ലിമിൻ്റെ ജീവിതം. പള്ളിയുമായി ഹൃദയത്തെ ചേർത്തവർക്ക് നാളെ അർശിൻ്റെ തണലുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുരുഷന്മാരോട് ഒരു ദിവസം 5 നേരം പള്ളിയുമായി ബന്ധപ്പെടാൻ കൽപ്പിച്ചു. കണ്ണ് കാണാത്ത അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തൂം, അദ്ദേഹം ചോദിക്കണം, അല്ലാഹുവിൻ്റെ റസൂലേ, കണ്ണ് കാണില്ല, പള്ളിയിലേക്ക് വരേണ്ടതുണ്ടോ? കാഴ്ചയില്ല. ഹൽ തസ്മഉൻ നിദാ, ബാങ്ക് കേൾക്കുന്നുണ്ടോ? ബാങ്ക് കേൾക്കാറുണ്ടോ? നഅം, അല്ലാഹുവിൻ്റെ റസൂലേ, ബാങ്ക് കേൾക്കാറുണ്ട്. ഫഅജീബ്, എങ്കിൽ ഉത്തരം നൽകണം. ബാങ്ക് കേൾക്കുന്നുവെങ്കിൽ 5 നേരം പുരുഷന്മാർ പള്ളിയിലെത്തണം. സുബഹി പള്ളിയിലാണ്, ളുഹറും അസറും മഗ്രിബും പള്ളിയിലാണ്, ഇശാ പള്ളിയിലാണ്. ആ പള്ളിയിൽ അവരുണ്ടാകണം. ഇന്ന് പലപ്പോഴും നിസ്സാരമായ കാരണങ്ങൾ പറഞ്ഞ് ജമാഅത്ത് നഷ്ടപ്പെടുത്തുന്നവർ, കച്ചവടാണ്. ശരി, നമസ്കാരം ഉപേക്ഷിച്ച് ജമാഅത്ത് നഷ്ടപ്പെടുത്തി നമ്മളൊരു കച്ചവടം ചെയ്തിട്ട് എത്ര നേടും? എത്ര നമ്മൾ വാരിക്കൂട്ടും? ഞാനും നിങ്ങളും ആരാണ്? ഏത് നേരത്തും അടയാവുന്ന ഒരു കണ്ണും, നിലക്കാവുന്ന ശ്വാസവും, മിടിപ്പ് നിൽക്കാവുന്നൊരു ഹൃദയവും, പോകുന്ന യാത്രയിൽ 3 കഷ്ണം തുണികൾ മാത്രം കൊണ്ടുപോകുന്ന നിസാരന്മാരാണ്, ദുർബലന്മാരാണ് ഞാനും നിങ്ങളും.
ആ സമയത്ത് കൂടെ വരാനുള്ളതാണ് ഈ നമസ്കാരങ്ങൾ. ഈ ജമാഅത്ത് നമസ്കാരത്തെ കാത്തിരിക്കുന്ന സമയം. അതുകൊണ്ട് തന്നെ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ വലിയൊരു ശ്രദ്ധ നമുക്കുണ്ടാകണം. അത് പള്ളിയിലായിരിക്കണം. യാത്രക്കാർ, രോഗികൾ, അങ്ങനെയുള്ളവർക്ക് ഇളവുണ്ട്. അല്ലാത്തവർ നമസ്കാരത്തിനു പള്ളിയിലേക്ക് എത്തണം. അതുപോലെ തന്നെ ജുമുഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലാക്കി. ഇഅ്തികാഫ് പള്ളിയിലാക്കി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളി വിജ്ഞാനത്തിന്റെ കേന്ദ്രങ്ങളായിരുന്നു. ഇബ്നു അബ്ബാസിന്റെ ചരിത്രത്തിൽ 10,000 പള്ളിയിൽ തടിച്ചുകൂടുമായിരുന്നു ദീനു പഠിക്കാൻ. ആ സമൂഹത്തിന് ആവശ്യമായ അഖീദ, ആ സമൂഹത്തിന് ആവശ്യമായ ഫിഖ്ഹ്, അവർക്കാവശ്യമായ ഭാഷ, ഖുർആൻ എല്ലാം ലഭിച്ചിരുന്നത് പള്ളികളിൽ നിന്നാണ്. അവരുടെ മക്കൾ ഖുർആൻ പഠിച്ചിരുന്നത് പള്ളികളിൽ നിന്നാണ്. അങ്ങനെ വിജ്ഞാനത്തിന്റെ കേന്ദ്രമായി പള്ളികൾ മാറി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു നാട്ടിലേക്ക് ദഅവത്തിനു വേണ്ടി ആളുകളെ പറഞ്ഞയച്ചത് പള്ളിയിൽ നിന്നാണ്. ആ പള്ളിയിൽ വെച്ചുകൊണ്ട് അവർക്ക് ഉപദേശങ്ങൾ നൽകി, അവരെ ഒരുക്കി, പള്ളികളിൽ നിന്ന് അവരെ പറഞ്ഞയച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പാവങ്ങൾക്ക് പണം ശേഖരിച്ചത് പള്ളിയിൽ വെച്ചുകൊണ്ടാണ്. മിമ്പറിൽ നിന്ന്, ഖുതുബയിൽ നിന്ന്, ഖുതുബയിലൂടെ നിർദ്ദേശങ്ങൾ നൽകി. ബിലാൽ റളിയല്ലാഹു തആല തുണി വിരിച്ചു. പള്ളിയിൽ വന്നവർ അവരുടെ കൈകളിലുള്ള സമ്പാദ്യങ്ങൾ അതിലേക്ക് വീതിച്ചു നൽകി. യുദ്ധത്തിന് മുറിവേറ്റവർ കിടന്നിരുന്നത് പള്ളിയിലാണ്. ദൂരെ വീടുള്ളവർ, അകലെ വീടുള്ളവർ, മറ്റിടങ്ങളില്ലാത്തവർ, അവർക്ക് മുറിവ് പറ്റിയിട്ടുണ്ട്, വരിക്കു പറ്റിയിട്ടുണ്ട്, പള്ളിയിലാണ് ചികിത്സ, പള്ളിയിലാണ് അവർ കിടന്നിരുന്നത്. വീടില്ലാത്ത പട്ടിണിപ്പാവങ്ങൾ, അവരുടെ അഭയമായിരുന്നു റസൂലുള്ളാഹിയുടെ പള്ളി. ആ പള്ളിയിൽ അവർ കിടന്നു, അവിടെ ഭക്ഷണം കഴിച്ചു. ആളുകൾ നൽകുന്ന ഭക്ഷണം, ആ ഭക്ഷണം അവർ സ്വീകരിച്ചുകൊണ്ട് പ്രവാചകന്റെ പള്ളിയിൽ അവർ കിടന്നുറങ്ങി. പാവങ്ങൾക്കുള്ള കൂരയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളി. ജനങ്ങൾ മസ്അല ചോദിച്ചെത്തിയത് പ്രവാചകന്റെ പള്ളിയിലാണ്. അവരുടെ ഖാളി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലാണ് ഉണ്ടാവുക. അവരുടെ കുടുംബ വിഷയങ്ങൾ, അവരുടെ സ്വത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അവർക്കറിയേണ്ട മതപരമായ കാര്യങ്ങൾ, അത് ചോദിച്ച് അവർ പള്ളിയിലേക്കെത്തി. പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായിരുന്നു ഇസ്ലാമിലെ പള്ളി. സ്വഹാബത്തിന്റെ ഖുർആൻ പാരായണം ധാരാളം നീണ്ടു നിന്നത് പള്ളിയിലാണ്. നിസ്കാരം കഴിഞ്ഞ് വേഗം ഓടലല്ല. നിസ്കാരം കഴിഞ്ഞ് അവർ മുസ്ഹഫുകൾ, ഖുർആൻ, പരിശുദ്ധ ഖുർആൻ പള്ളിയിൽ വെച്ചുകൊണ്ട് പാരായണം ചെയ്തു. എടുത്തറിയാത്തവരുണ്ടായിരുന്നു, വായനയറിയാത്തവരുണ്ടായിരുന്നു. ആ സമൂഹത്തിന് എഴുത്തും വായനയും പഠിപ്പിച്ചത് പള്ളിയിൽ വെച്ചുകൊണ്ടാണ്. ഒരു സമൂഹത്തെ വിദ്യാഭ്യാസപരമായി ഉയർത്തിയത് പള്ളിയിൽ വെച്ചുകൊണ്ടാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഭരണമേറ്റെടുത്തു. ഇസ്ലാമിക രാജ്യത്തിന്റെ ഖലീഫയുടെ നയതന്ത്ര പ്രഖ്യാപനം, ഒന്നാമത്തെ സംസാരം മിമ്പറിൽ വെച്ചുകൊണ്ടാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ വെച്ചുകൊണ്ടാണ്. ഹസ്സാൻ ഇബ്നു സാബിത്ത് റസൂലുള്ളാഹിയുടെ പള്ളിയിൽ കവിത പാടിയിട്ടുണ്ട്. ഹബിശക്കാരുടെ വിനോദങ്ങൾ പള്ളിയിൽ നടന്നിട്ടുണ്ട്. ഇതെല്ലാമായിരുന്നു പള്ളി. പള്ളി വിജ്ഞാനത്തിന്റെ കേന്ദ്രമായിരുന്നു, ആരാധനകളുടെ ഇടമായിരുന്നു, പ്രബോധനത്തിന്റെ ശൂറകൾ അവിടെ ഉണ്ടായിരുന്നു, വൈജ്ഞാനികമായ ചർച്ചകൾ ഉണ്ടായിരുന്നു, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കുള്ള ആശ്രയമുണ്ടായിരുന്നു. ഇതെല്ലാമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളി. ദുഃഖകരമെന്ന് പറയട്ടെ, ഇന്ന് പല പള്ളികളും ജമാഅത്ത് കഴിഞ്ഞാൽ അടച്ചിടും. ചില പള്ളികളിൽ എഴുതി വച്ചിരിക്കുകയാണ്, ഒന്നാമത്തെ ജമാഅത്തിനല്ലാതെ വിളക്കും അതുപോലെ തന്നെ ഫാൻ ഉപയോഗിക്കാൻ പാടില്ല. ഒരു ഫാൻ ഉപയോഗിക്കാൻ പോലും, ക്ഷീണിച്ചൊരു മനുഷ്യന് അല്പനേരം ഒന്നിരിക്കാൻ പോലും, ഒന്ന് വിശ്രമിക്കാൻ പോലും, ഒരു വഴിയാത്രക്കാരന് മലമൂത്ര വിസർജനത്തിന് ഒരു ആവശ്യം വന്നാൽ ഒന്ന് അതിനുള്ള സൗകര്യങ്ങൾ പോലും നൽകാത്ത രൂപത്തിൽ ഏതോ ചില ആളുകൾ അവർ തീരുമാനിക്കും അതുപോലെ പള്ളി നടക്കണം എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. അല്ല, ഇത് അള്ളാഹുവിൻ്റെ ഭവനമാണ്. മുസ്ലിമിന് ഇരിക്കാൻ, മുസ്ലിമിന് കൈകൾ ഉയർത്താൻ, അവനും പ്രാർത്ഥിക്കാൻ, അവന് ഖുർആൻ ഓതാൻ, അങ്ങനെ അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ, ആരാധനകളിൽ സജീവമാകാനുള്ളതാണ് അള്ളാഹുവിൻ്റെ പള്ളികൾ. പള്ളിക്ക് ചില ആദാബുകളുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഗൗരവമായ ചില ആദാബുകളുണ്ട്. പള്ളിയിലേക്ക് ശുദ്ധിയോടുകൂടെയാണ്, വൃത്തിയോടുകൂടെയാണ് പള്ളിയിലേക്ക് വരേണ്ടത്. ഹൈലുകാരികൾ, ജനാബത്തുകാർ, അവർ ഇബാദത്തിനു വേണ്ടി പള്ളിയിൽ പ്രവേശിക്കാൻ പാടുള്ളതല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ലാ ഉഹില്ലുൽ മസ്ജിദ ലിഹായിലിൻ വലാ ജുനുബിൻ.
ഹൈലിൻ്റെ സമയം പെണ്ണ് പള്ളിയിലേക്ക് പ്രവേശിക്കരുത്. ജനാപത്തുകാരൻ പള്ളിയിലേക്ക് പ്രവേശിക്കരുത്. എന്നാൽ ഇസ്തിഹാലത്തുണ്ടായിരിക്കും ചില സ്ത്രീകൾക്ക്. ഹൈലല്ല, ഇസ്തിഹാലത്ത്, രക്തസ്രാവം, അത് രോഗമാണ്. ആ രോഗമുള്ള സ്ത്രീകൾ, രക്തസ്രാവമുള്ള സ്ത്രീകൾ റസൂലുള്ളാഹിയുടെ പള്ളിയിൽ വന്നിട്ടുണ്ട്. അവർക്ക് പള്ളിയിൽ വരാം, അവർക്ക് നമസ്കരിക്കാം. സ്ത്രീകൾക്ക് പള്ളിയെ തടഞ്ഞു വച്ചിട്ടില്ല. നമ്മുടെ നാട്ടിലെ പല സ്ത്രീകളോടും ചോദിച്ചാൽ ഈ നാട്ടിലുള്ള എല്ലാ ഇടങ്ങളും അവർ കണ്ടിട്ടുണ്ട്. ഈ നാട്ടിലുള്ള എല്ലാ ഓഡിറ്റോറിയം അവർക്കറിയാം. ഈ നാട്ടിലുള്ള എല്ലാ ഷോപ്പിംഗ് മാളുകളും അവർക്കറിയാം. എല്ലാ മുക്കുമൂലകളിലും മുസ്ലിം സഹോദരിമാർ സന്ദർശിച്ചിട്ടുണ്ട്. ആകെ എത്താത്തത് അള്ളാഹുവിൻ്റെ ഭവനത്തിൽ പള്ളിയിൽ മാത്രമാണ്. പള്ളിയിൽ മാത്രം എത്തിയിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ സുബഹി നമസ്കാരത്തിൽ പോലും സ്ത്രീകൾ പള്ളിയിലുണ്ടായിട്ടുണ്ട്. പള്ളി പെണ്ണിനെ തടയുന്ന ഒന്നല്ല. അവർക്ക് അനുവാദമുണ്ട്. അവർക്കാവശ്യമാണെങ്കിൽ പള്ളിയിലെത്താം, നമസ്കരിക്കാം, അവിടെയുള്ള ദീനീ പഠനങ്ങളിൽ പങ്കെടുക്കാം. അവരെ തടയരുത് എന്നുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയാണ്. ഇപ്പം ഇസ്തിഹാലത്തിൻ്റെ സമയത്ത് പോലും സ്ത്രീകൾക്ക് പള്ളിയിലെത്താം. അതുപോലെ തന്നെ ചില പുരുഷന്മാർക്ക് മൂത്രവാർച്ചയുടെ പ്രയാസങ്ങൾ ഉണ്ടായിരിക്കും. അതും രോഗമാണ്. ഇന്നിപ്പോൾ അതിന് പ്രായമൊന്നുമില്ല, വളരെ പ്രായമാകണമെന്നൊന്നുമില്ല. ചെറുപ്പക്കാർ പോലും പലപ്പോഴും ഈ ചോദ്യം ചോദിച്ചു വിളിക്കാറുണ്ട്. മൂത്രവാർച്ചയുടെ അസുഖമുണ്ട് എങ്കിൽ അവർ വുളൂ ചെയ്യണം. അവിടെ വല്ല കോട്ടനോ തുണിയോ വെച്ച് ആ നമസ്കാരം അവർ നിർവഹിക്കണം. ആ നമസ്കാരത്തിൻ്റെ സമയത്ത് മൂത്രം പോയി അതിൻ്റെ പേരിൽ പ്രയാസപ്പെടേണ്ടതില്ല. ഒരു മശക്കത്തൊരു പ്രയാസം അതിൽ നമുക്ക് തോന്നേണ്ടതില്ല. ഇസ്ലാം യുസ്റാൻ, ഇസ്ലാം പ്രായോഗികമാണ്. അതുപോലെ തന്നെ ദുർഗന്ധത്തോടുകൂടെ പള്ളിയിലേക്ക് വരിക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അകല സൗമൻ ഔ ബസലൻ ഫൽയഅ്തസിൽനാ. ഉള്ളി കഴിച്ചുകൊണ്ട് കഴിക്കാൻ അനുവാദമുള്ളൊരു സാധനമാണ്. പക്ഷെ അത് കഴിച്ചാൽ ആ സ്മെല്ല് കുറച്ച് നേരത്തേക്ക് ഉണ്ടാകും. ചില ആളുകൾക്ക് അത് ഇഷ്ടപ്പെട്ടുകൊള്ളണമെന്നില്ല. ഇപ്പോൾ വരല് ഹറാമൊന്നുമല്ല, പക്ഷെ അത് ശ്രദ്ധിക്കണം. ആ ഒരു ദുർഗന്ധം നിന്റെ കൂടെ നമസ്കാരത്തിന് നിൽക്കുന്ന ഒരാൾക്ക് പ്രയാസമാകരുത്. പള്ളിയിൽ ഇബാദത്തിന് വരുന്ന ഒരു മനുഷ്യന് പ്രയാസമാകരുത്. അതുപോലും പറ്റില്ല എങ്കിൽ സ്മോക്ക് ചെയ്യുന്നവരുടെ ആ ഒരു ഗന്ധം അറപ്പുള്ളതാണ്, മനുഷ്യർക്ക് വെറുപ്പാണ്. എങ്ങനെയാണ് ആ രൂപത്തിൽ പള്ളിയിലേക്ക് വരിക? സുബഹി നമസ്കാരത്തിന് ആ കിടന്ന ആ വസ്ത്രം, അതേ വസ്ത്രം തന്നെ ധരിച്ച്, ഒന്ന് ബ്രഷ് ചെയ്യാതെ, നല്ല രൂപത്തിലൊന്ന് ശുദ്ധി വരുത്താതെ അങ്ങനെ വരുന്നവർ, ഇത് അല്ലാഹുവിൻ്റെ ഭവനമാണ്. അവിടെ നല്ല വസ്ത്രം ധരിച്ച്, സുഗന്ധം ഉപയോഗിച്ച്, ദുർഗന്ധങ്ങളില്ലാതെ ശുദ്ധിയോടുകൂടെ പള്ളിയിലേക്ക് പ്രവേശിക്കാൻ ശ്രദ്ധിക്കണം. പള്ളിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നേരെ വന്നിരിക്കലല്ല, 2 റക്അത്ത് നമസ്കരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയാണ്, ഇദാ ദഖല അഹദുക്കും ഫലാ യജ്ലിസ് ഹത്താ യുസല്ലി റക്അതൈൻ. പള്ളിയിലേക്ക് നിങ്ങൾ വന്നാൽ 2 റക്അത്ത് നമസ്കരിക്കാതെ ഫലാ യജ്ലിസ്, അവനിരിക്കരുത്. അത് പള്ളിയുടെ തഹിയ്യത്താണ്. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, ഇന്നത്തെ കാലത്ത് നമ്മളേറെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് മൊബൈൽ ഫോൺ എന്നുള്ളത്. ഈ കാലഘട്ടത്തിലെ ഫുഖഹാക്കൾ വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്തിട്ടുള്ളൊരു വിഷയമാണത്. പള്ളിയിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൊബൈൽ ഇങ്ങനെ റിങ് ചെയ്യുക, മറവി മനുഷ്യർക്കുണ്ടാകും. പറയാതെ ഒരാളുടെ മൊബൈൽ റിങ് ചെയ്താൽ എല്ലാവരും കൂടെ നോക്കി അയാളെ ഇനി പള്ളിയിലേക്ക് വരാത്ത രൂപത്തിലാക്കല്ല വേണ്ടത്. അതുപോലെ തന്നെ നിസ്കാരം കഴിഞ്ഞ ഉടനെ എഴുന്നേറ്റ് ആ മനുഷ്യനെ എല്ലാവരുടെയും ഇടയിൽ വെച്ചുകൊണ്ട് ആ മനുഷ്യൻ്റെ അഭിമാനം ക്ഷതപ്പെടുത്തുകയല്ല വേണ്ടത്. അവിടെയൊക്കെ ഒരു സംസ്കാരമുണ്ടല്ലോ. പള്ളിയിൽ അറാബി മൂത്രമൊഴിച്ചു, ചെയ്തത് തെറ്റാണ്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പെരുമാറ്റം നോക്കൂ. ഓടിക്കാൻ വന്ന സ്വഹാബത്തിനെ തടഞ്ഞു. ആ സ്വഹാബത്തിനോട് അവിടെ വെള്ളം ഒഴിക്കാൻ പറഞ്ഞു, അറാബിയോടല്ല പറഞ്ഞത്. സ്വഹാബത്തിനോട് വെള്ളം കൊണ്ടുവന്ന് അറാബി മൂത്രമൊഴിച്ചെടുത്ത് ഒഴിക്കാൻ പറഞ്ഞു. അദ്ദേഹത്തെ വിളിച്ചു, സൗമ്യമായി വിളിച്ചു. ഇത് പള്ളിയല്ലേ, പള്ളി നിസ്കാരത്തിൻ്റെ ഇടമല്ലേ, ഖുർആൻ പാരായണത്തിൻ്റെ ഇടമല്ലേ, ഇവിടെ മൂത്രമൊഴിക്കാൻ പാടുണ്ടോ?
തിരുത്തുന്നതിലൊരു സംസ്കാരമുണ്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ, നമുക്ക് വിചാരിച്ചാൽ ചെയ്യാൻ കഴിയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സുബൈ നമസ്കാരം തൊട്ടരികിലാണ് നമ്മുടെ അധികം ആളുകളുടെയും വീട്, അല്ലെങ്കിൽ അരികിലുള്ള പള്ളിയിലേക്കാണ് നമ്മൾ പോവുക. നിസ്കാരം കഴിഞ്ഞൊരു 10-15 മിനിറ്റ് കഴിഞ്ഞാൽ തിരിച്ചു വീട്ടിലേക്കെത്തും. ആ ഒരു സമയത്ത് എന്തിനാണൊരു മൊബൈൽ? സുബൈക്കൊരു പള്ളിയിലേക്ക് വരുമ്പോൾ എന്തിനാണ് നമ്മുടെ കയ്യിലൊരു മൊബൈലിൻ്റെ ഒരു ആവശ്യം? എന്നിട്ട് പല ആളുകളുടെയും അലാറടിക്കൽ പള്ളിയിലാണ്. ഒന്നും രണ്ടും അല്ല, 5-നുണ്ടാകും, 5:05-നുണ്ടാകും, 5:10-നുണ്ടാകും. നമ്മൾ അലാറം അങ്ങനെയാണ്. ഓരോ 5 മിനിറ്റ് കൂടുമ്പോഴും നമുക്ക് അത്രയും ഉറപ്പാണ് നമ്മളൊരു അലാറത്തിന് തന്നെ എഴുന്നേൽക്കുന്നുള്ളതുകൊണ്ട്. ഇത് പള്ളിയിലാണ്. എന്നിട്ട് നിസ്കാരത്തിൻ്റെ ഇടയിലാണ് അലാറം അടിക്കുക. കഴിയുന്നതും പള്ളിയിലേക്ക് മൊബൈൽ കൊണ്ടുവരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. മറ്റൊന്നൊരു മാന്യമായൊരു റിംഗ് ട്യൂൺ. നമുക്കറിയണം മൊബൈൽ വരുന്നത്, കോള് വരുന്നത് അറിയണം. അതിന് കഴിയുന്ന രൂപത്തിൽ ഒരു മാന്യമായ രൂപത്തിലുള്ള ഒരു റിംഗ് ട്യൂൺ വെക്കുക. അറിഞ്ഞാൽ മതി, കോള് വരുന്നത് അറിഞ്ഞാൽ മതി, അതിനുള്ളത് മതി. അത് പാട്ട് വെക്കേണ്ട ആവശ്യമുണ്ടോ? അത് മ്യൂസിക്കും അതുപോലെയുള്ള ആരവങ്ങളും വേണോ? ഇത് പള്ളിയിലാണ്, നിസ്കാരത്തിലാണ് ഈ പാട്ട് കേൾക്കുന്നത്, നിസ്കാരത്തിലാണ് ഈ മ്യൂസിക് കേൾക്കുന്നത്. മാത്രമല്ല മൊബൈൽ എന്നുള്ളത് എപ്പോഴും നമ്മുടെ കൂടെയുള്ളതാണ്. നമ്മൾ ഏതെല്ലാം സ്ഥലങ്ങളിൽ പോകുന്നു, രോഗിയുടെ അരികിൽ നമ്മൾ ചെല്ലും, മരണവീട്ടിൽ നമ്മൾ ചെല്ലും, പലതരം ദുഃഖങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യരെ നമ്മൾ ചെന്ന് കാണും. അപ്പം അവിടെയൊക്കെ കഴിയുന്ന എല്ലായിടത്തേക്കും പറ്റുന്ന രൂപത്തിലുള്ള മാന്യമായൊരു റിംഗ് ട്യൂൺ, അതാണ് നമുക്കുണ്ടാകേണ്ടത്. ഇനി നിസ്കാരത്തിൽ വെല്ലടിച്ചാലോ, അതിങ്ങനെ തീരുന്നത് വരെ കാത്തിരിക്കുകയാണ് ചില ആളുകൾ. കാരണം ആരോ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, 3 തവണ ഒരു അനക്കം സംഭവിച്ചാൽ നിസ്കാരം ബാത്തിലാകും. അതുകൊണ്ട് മൊബൈൽ ഓഫ് ചെയ്യൂല. കാരണം മൊബൈൽ ഓഫ് ചെയ്താൽ നിസ്കാരം ബാത്തിലാകുമെന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അതല്ല, നമസ്കാരത്തിൽ മൊബൈൽ ബെല്ലടിച്ചു കഴിഞ്ഞാൽ അത് ഓഫ് ചെയ്യണം. ഇത് മറ്റുള്ളവരുടെ നിസ്കാരത്തെയാണ് ബാധിക്കുന്നത്. മാത്രമല്ല അയാളുടെ നിസ്കാരത്തെയും ബാധിക്കും. ഞാൻ നിസ്കരിക്കും, എൻ്റെ മൊബൈൽ ബെല്ലടിച്ചാൽ എൻ്റെ മനസ്സിൽ വരില്ല എന്താ, അപ്പം ആളുകൾ എന്നെപ്പറ്റി എന്ത് വിചാരിക്കുന്നുണ്ടാകും, അപ്പം എല്ലാവരും എന്നെ പറ്റിയല്ലേ ചിന്തിക്കുന്നത്. ഇതാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ബാക്കിയുള്ളവരോ, ആരാണ് ഈ മൊബൈൽ കൊണ്ടുവന്നിട്ടുള്ളത്, അവനെ പറ്റിയിട്ടാണ് മറ്റുള്ളവർ ചിന്തിക്കുന്നത്. പെട്ടെന്ന് ചിന്ത മാറും. അതുകൊണ്ട് നിസ്കാരത്തിൽ മൊബൈൽ ബെല്ലടിച്ചാൽ അത് ഓഫ് ചെയ്ത് വെക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഒരാൾ മൊബൈൽ കട്ട് ചെയ്താൽ, ചിലപ്പോഴൊക്കെ കാണാം ഒരാൾക്കൊരു കോള് വരുന്നു, അയാൾ എങ്ങനെയെങ്കിലും കട്ട് ചെയ്യും, പിന്നെ വീണ്ടും വിളിക്കും, ഇയാൾ വീണ്ടും കട്ട് ചെയ്യും, അപ്പോൾ വീണ്ടും വിളിക്കും. നമ്മളൊരാളെ വിളിച്ചു, അയാളെ മൊബൈൽ കട്ട് ചെയ്താൽ അതിൻ്റെ അർത്ഥം അയാൾ തിരക്കിലാണ് എന്നാണ്. അയാൾ ഇപ്പോൾ നമ്മുടെ കോൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഇപ്പം നമ്മളുമായി സംസാരിക്കാൻ അയാൾ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോൾ വീണ്ടും തിരിച്ചു വിളിക്കലല്ല, അയാൾ കുറച്ച് കഴിഞ്ഞ് അയാളുടെ തിരക്ക് മാറുമ്പോൾ തിരിച്ചു വിളിക്കും എന്ന് മനസ്സിലാക്കുക. അല്ലാതെ വീണ്ടും വീണ്ടും വിളിച്ച് ഇടക്കുന്നത് വരെ ഞാൻ വിളിച്ചുകൊണ്ടിരിക്കും എന്നതല്ല. വീട്ടിൽ വന്നു, ഒരാൾ വാതിൽ മുട്ടി, സലാം പറഞ്ഞു, 3 തവണ സലാം പറഞ്ഞിട്ടും വാതിൽ തുറക്കുന്നില്ല. എന്താ ഒരു മുസ്ലിം ചെയ്യേണ്ടത്? തിരിച്ചു പോകണം. അവിടെ ചെരുപ്പ് കാണുന്നുണ്ട്, അപ്പോൾ ആളേതായാലും ഉള്ളിലുണ്ട്, അടുക്കള വഴി പോയി നോക്കാം, ഞാൻ മുട്ടി എങ്ങനെങ്കിലും തുറപ്പിക്കും എന്നതല്ല. മനുഷ്യർ പല അവസ്ഥയിലുണ്ടാകും. വീട്ടിലും ആളുണ്ടെങ്കിലും ചിലപ്പോൾ തുറക്കാൻ കഴിയുന്ന അവസ്ഥയിലായിക്കൊള്ളണമെന്നില്ല. ചിലപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും സംസാരിച്ച് അവർ പിണങ്ങി നിൽക്കുന്ന സാഹചര്യമായിരിക്കും, സങ്കടത്തിലിരിക്കുന്ന അവസ്ഥയായിരിക്കും, മറ്റെന്തെങ്കിലും പ്രയാസങ്ങൾ അവർക്കുണ്ടാകും. നമ്മളുമായി സംസാരിക്കാൻ അവരുദ്ദേശിച്ചു കൊള്ളണമെന്നില്ല. വാതിൽ മുട്ടി, ആളുള്ളിലുണ്ടാകട്ടെ, ബെല്ലടിച്ചു, സലാം പറഞ്ഞു, അവർ വരുന്നില്ല എങ്കിൽ തിരിച്ചു പോകണം. അതുപോലെയുള്ളൊരു സംസ്കാരമാണ്. നമ്മൾ ഫോൺ ചെയ്തു, അവർ ബിസിയാക്കിയാൽ, അവരത് കട്ട് ചെയ്താൽ പിന്നെ വീണ്ടും വീണ്ടും വിളിച്ച് പ്രയാസപ്പെടുത്തലല്ല, മറിച്ച് മനസ്സിലാക്കണം, അവർ നമ്മുടെ ഫോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല, കുറച്ച് കഴിഞ്ഞ് തിരിച്ചു വിളിക്കും, അല്ലെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞ് നമ്മൾ അവരെ വിളിച്ചു നോക്കുക എന്നതെല്ലാം ഒരു ഇസ്ലാമിക സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ പള്ളിയുമായി ബന്ധപ്പെട്ട്
നമ്മൾ പാലിക്കേണ്ട അദബുകൾ അത് പാലിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. അള്ളാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് അവനെ വഴിപ്പെട്ട് ജീവിക്കണമെന്നുണർത്തുകയാണ് വസിയത്ത് ചെയ്യുക. അതുപോലെ തന്നെ പള്ളിയിൽ കളഞ്ഞുപോയ വസ്തുക്കൾ അന്വേഷിച്ച് വിളിച്ചു പറയാൻ പാടില്ല. ഇപ്പോൾ പള്ളിയിലൊരു സാധനം കാണാതായി, പള്ളിയിൽ നിസ്കാരത്തിന് വന്നപ്പോൾ ഒരു ചാവി കാണാതായി, മൊബൈൽ കാണാതായി, അത് പള്ളിയിൽ അന്വേഷിക്കാം എന്നതല്ലാതെ ആളുകളൊക്കെ കൂടുന്നൊരിടമാണല്ലോ പള്ളി. പല ഭാഗത്തു നിന്നുള്ള ആൾക്കാരുണ്ടാകും. എൻ്റെ മകളുടെ ഒരു ചെയിന് കാണാതായിട്ടുണ്ട്, അതറിയിക്കാനുള്ള ഇടമല്ല പള്ളി. നമ്മുടെ ഒരു വ്യക്തിപരമായൊരു കാര്യം നേടാനുള്ള ഇടമല്ല പള്ളി. പള്ളി നമ്മുടെ കച്ചവടത്തിന് വേണ്ടി ഉപയോഗിക്കരുത്. പള്ളിയുടെ ഉൾഭാഗം പള്ളിയിൽ ഇരുന്നിട്ട് റിയൽ എസ്റ്റേറ്റിൻ്റെ ചർച്ച, പള്ളിയിൽ നിന്നിട്ടാണ് കാറിൻ്റെ കച്ചവടം തീരുമാനാക്കുന്നത്. കച്ചവടം വാങ്ങാനും പാടില്ല, വിൽക്കാനും പാടില്ല. പള്ളി എന്നുള്ളത് നമ്മുടെ ഒരു ബൈഇന് വേണ്ടി, നമ്മുടെ ഒരു കച്ചവടത്തിന് വേണ്ടിയുള്ളതല്ല. കച്ചവട സംബന്ധമായൊരു കോള് വന്നു, ഒന്ന് ഫോൺ എടുത്ത് പുറത്തേക്ക് ഇറങ്ങാം. പള്ളിയുടെ പുറത്തേക്ക് ഇറങ്ങിയാൽ ആ വിഷയമല്ല. അത് പള്ളിയുടെ വാതിലിൻ്റെ പുറത്ത് നടന്നോട്ടെ, പള്ളിയുടെ ഉള്ളിൽ കച്ചവടത്തിൻ്റെ ചർച്ചകളല്ല, കച്ചവടത്തിന് വേണ്ടിയിട്ടുള്ള ആലോചനകളല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചു. നഹാ റസൂലുള്ളാഹി അനി ശിറാഇ വൽ ബൈഇ ഫിൽ മസ്ജിദ്. പള്ളിയിൽ വിൽക്കലും വാങ്ങലും അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചു. ഇദാ റഅയ്തും മൻ യബീഉ ഔ യബ്താ ഫിൽ മസ്ജിദ്, പള്ളിയിൽ കച്ചവടം ചെയ്യുന്നവരെ കണ്ടാൽ ഫഖൂലു, നിങ്ങൾ പറയണം, ലാ അബ്റഹല്ലാഹു തിജാറതക്, നിന്റെ കച്ചവടത്തിൽ അല്ലാഹു ലാഭം നൽകാതിരിക്കട്ടെ, കച്ചവടത്തിൽ ലാഭമില്ലാതിരിക്കട്ടെ എന്ന് പറയണം. ഫഖൂലു, നിങ്ങൾ അയാളോട് പറയണം. അത് ദീനാണ്. പള്ളി വരുമാനം ഉണ്ടാക്കാനല്ല, പള്ളിയിൽ നമ്മുടെ കച്ചവടം ചെയ്യാനല്ല, നമ്മുടെ ഒരു ഭൗതികമായ കാര്യങ്ങൾ നേടാനല്ല. പള്ളിയും സംവിധാനങ്ങളും അതിനല്ല ഉപയോഗിക്കേണ്ടത്. പള്ളിക്ക് ജനങ്ങൾ പണം നൽകുന്നതിന് ലക്ഷ്യമുണ്ട്, പള്ളിയിൽ ആളുകൾ വന്നിരിക്കുന്നതിന് ലക്ഷ്യമുണ്ട്. ആ മക്സദ് നടക്കണം. പള്ളി ഇബാദത്തിൻ്റെ കേന്ദ്രങ്ങളാണ്, അത് പൊതുവാണ്, മുസ്ലിമീങ്ങളുടേതാണ്. അത് വ്യക്തിപരമായ നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന രീതി ഉണ്ടാകാൻ പാടുള്ളതല്ല. പള്ളിയുമായി ബന്ധപ്പെട്ട ആദാബുകൾ ഇൻഷാ അല്ലാഹ് ഇനിയും നമുക്ക് സൂചിപ്പിക്കാനുണ്ട്. അള്ളാഹു അത്തരം ആദാബുകൾ പാലിക്കാൻ, അതനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്കെല്ലാം തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ.